നെക്സ്റ്റ് ടോപ്പിക്ക് മാർക്കറ്റിംഗ് റിസർച്ച്. മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട കമ്പോണന്റ് ആണ്. മാർക്കറ്റ് റിസർച്ചിലൂടെയാണ് മാർക്കറ്റിംഗ് മാനേജേഴ്സ് ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. സിംപിളി സ്പീക്കിംഗ്, റിസർച്ച് മീൻസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് എ സബ്ജക്ട് ഓർ എ പ്രോബ്ലം ഇൻ ഓർഡർ ടു ഡിസ്കവർ ദ റിലവന്റ് ഇൻഫർമേഷൻസ് ഓർ പ്രിൻസിപ്പിൾസ്. റിസർച്ച് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രോബ്ലത്തെ കുറിച്ചോ ഒരു സബ്ജക്റ്റിനെ കുറിച്ചോ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഡിസ്കവർ ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ പറയുന്നതാണ് റിസർച്ച് എന്ന് പറയുന്നത്. വെൻ അപ്ലൈ ടു സോൾവിംഗ് മാർക്കറ്റിംഗ് പ്രോബ്ലംസ് ഈസ് നോൺ ആസ് മാർക്കറ്റിംഗ് റിസർച്ച്. മാർക്കറ്റിംഗിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിസർച്ച് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് മാർക്കറ്റിംഗ് റിസർച്ച്. In order to understand the term marketing research more thoroughly, let us have a look at the few definitions provided by the expert in the field. മാർക്കറ്റിംഗ് റിസർച്ചിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട മേഖലയിലെ എക്സ്പേർട്ടുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഡെഫിനിഷൻസ് നോക്കാം. ഗ്രീൻ, ടൾ ആൻഡ് ആൽബം 1997 define marketing research as the systematic and objective search and analysis of information relevant to the identification and solution of any problem in the field of marketing. ഒരു ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റിംഗില് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒബ്ജക്റ്റീവ് സെർച്ച് ആൻഡ് അനാലിസിസ് ഓഫ് ഇൻഫർമേഷൻ പറയുന്നത് സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് സെർച്ച് ഓഫ് അനാലിസിസ് ഓഫ് ഇൻഫർമേഷൻ പറയുന്നതാണ് മാർക്കറ്റിംഗ് റിസർച്ച് എന്നുള്ളതാണ് ഗ്രീൻ, ടൾ ആൻഡ് ആൽബം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. The definition provided by the Malhotra in 1999, a leading marketing research expert in United States, is almost similar. According to him, marketing research is the systematic and objective identification, collection and analysis and use of information for the purpose of improving decision making relating to the identification and solutions of problems in marketing. 1999 മൽഹോത്രയും മുകളിൽ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷന് ഈക്വലന്റ് ആയിട്ടുള്ള സെയിം ആയിട്ടുള്ള ഡെഫിനിഷനാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മൽഹോത്ര ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു മാർക്കറ്റിംഗ് റിസർച്ച് എക്സ്പെർട്ട് ആണ് മൽഹോത്ര ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മാർക്കറ്റിംഗിലെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ട് ഇൻഫർമേഷൻസ് എടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് സെർച്ചിന് പറയുന്നതാണ് ഡേറ്റ കളക്ഷൻ, ഐഡന്റിഫിക്കേഷൻ ആൻഡ് അനാലിസിന് പറയുന്നതാണ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ് മൽഹോത്ര ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ ഓൾസോ ഡിഫൈൻസ് ദ marketing research. AMA had defined marketing research as the systematic gathering, recording and analysis of data about problems relating to the marketing of goods and services. അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ മാർക്കറ്റിംഗ് റിസർച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മാർക്കറ്റിംഗ് ഗുഡ്സിൻ്റെ സർവീസസിന്റെ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി സിസ്റ്റമാറ്റിക് ആയിട്ട് ഡേറ്റ കളക്ട് ചെയ്യുന്ന, റെക്കോർഡ് ചെയ്യുന്ന, അനലൈസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് മാർക്കറ്റിംഗ് റിസർച്ച് എന്നുള്ളതാണ് അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. These definitions clearly point to the following three key characteristics of marketing research which enables to differentiate it from the earlier components of marketing information system. ഈ ഡെഫിനിഷൻസ് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും മാർക്കറ്റിംഗ് റിസർച്ചിന്റെ പ്രധാനപ്പെട്ട 3 ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ മാർക്കറ്റിംഗ് റിസർച്ചിനെ വ്യത്യസ്തമായിട്ട് നിലനിർത്തുന്നത്. 3 ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് വൺ, മാർക്കറ്റിംഗ് റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഡേറ്റ കളക്ഷൻ. മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ട് മാർക്കറ്റിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് objectivity in data collection and analysis is the second important characteristic feature of marketing research. The marketing researcher does his or her best to ensure the information being collected is free from personal bias and prejudices. അപ്പോൾ ഡേറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസിൽ ഒബ്ജക്റ്റിവിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് റിസർച്ചിന്റെ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. കളക്ട് ചെയ്ത ഡേറ്റ, മാർക്കറ്റിലെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്നത് അത് പേഴ്സണൽ ബയാസ്, പ്രിജുഡിസസിൽ നിന്ന് ഫ്രീ ആയിരിക്കണം, ശരിയായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. മൂന്നാമത്,
The other major characteristics of marketing research is clear-cut focus on giving a marketing problems. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് പ്രോബ്ലത്തിന് ക്ലിയർ ആയിട്ടുള്ള ഫോക്കസ് കൊടുത്തുകൊണ്ട് നടത്തുന്ന റിസർച്ച് ആണ് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നത്. ഇന്റേണൽ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ട് മാർക്കറ്റിംഗ് ഇന്റലിജൻസ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ജനറൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത് കൂടാണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള മാർക്കറ്റിംഗ് പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് പ്രോബ്ലത്തിന് ഫോക്കസ് കൊടുത്തുകൊണ്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയാണ് മാർക്കറ്റിംഗ് റിസർച്ച് നടത്തുന്നത്. അതാണ് മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. മാർക്കറ്റിംഗ് റിസർച്ച് ഈസ് ക്ലിയർ കട്ട് ഫോക്കസ് ഓൺ ദ ഗിവൺ മാർക്കറ്റിംഗ് പ്രോബ്ലം. മാർക്കറ്റിംഗ് പ്രോബ്ലത്തിന് ക്ലിയർ ആയിട്ട് ഫോക്കസ് കൊടുക്കുകയാണ് മാർക്കറ്റിംഗ് റിസർച്ചിൽ ചെയ്യുന്നത്. അപ്പൊ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മാർക്കറ്റിംഗ് റിസർച്ചിന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് പറയുന്നുണ്ട് മാർക്കറ്റിംഗ് റിസർച്ച് ഇസ് സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഡേറ്റ കളക്ഷൻ. രണ്ടാമത് പറയുന്നുണ്ട് ഒബ്ജക്റ്റിവിറ്റി ഇൻ ഡേറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ്. മൂന്നാമത് പറയുന്നുണ്ട് മാർക്കറ്റിംഗ് റിസർച്ച് ഈസ് ക്ലിയർ കട്ട് ഫോക്കസ് ഓൺ എ ഗിവൺ മാർക്കറ്റിംഗ് പ്രോബ്ലം. നെക്സ്റ്റ്, പർപ്പസ് ഓഫ് മാർക്കറ്റിംഗ് റിസർച്ച്. The basic purpose of marketing research is to facilitate decision making process. മാർക്കറ്റിംഗ് റിസർച്ചിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഫെസിലിറ്റേറ്റ് ചെയ്യുക, എളുപ്പമാക്കുക എന്നുള്ളതാണ്. മാർക്കറ്റിംഗ് റിസർച്ചിലൂടെ ഡിസിഷൻ മേക്കറിന് നിലവിലുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ പ്രോബ്ലത്തിനെ ക്ലാരിഫൈ ചെയ്യാനും അതിനെ സോൾവ് ചെയ്യുന്നതിനുള്ള അതിന് കാരണങ്ങൾ കണ്ടെത്താനും അതിനെ സോൾവ് ചെയ്യുന്നതിനുള്ള ഓൾട്ടർനേറ്റീവ്സ് കണ്ടെത്തിക്കൊണ്ട് നിലവിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാനും സാധിക്കുന്നതാണ്. മാർക്കറ്റിംഗ് റിസർച്ചിൽ ഇല്ലെങ്കിൽ നിലവിലെ എൻവയോൺമെന്റിലുള്ള മാർക്കറ്റിംഗ് പ്രോബ്ലംസ് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. ശരിയായിട്ടുള്ള മാർക്കറ്റിംഗ് ഡിസിഷൻ നമുക്ക് അറൈവ് ചെയ്യാൻ സാധിക്കത്തില്ല. പലതരത്തിലുള്ള ഓൾട്ടർനേറ്റീവ്സ് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടുണ്ടാവും. അതിൽ നിന്ന് നല്ല തീരുമാനങ്ങൾ, നല്ല ചോയ്സ് എടുക്കാൻ, നല്ല ഡിസിഷൻ എടുക്കാൻ മാർക്കറ്റിംഗ് റിസർച്ചിലൂടെ സാധിക്കുന്നതാണ്. മാർക്കറ്റിംഗ് റിസർച്ചിലൂടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എളുപ്പമാവുക മാത്രമല്ല ചെയ്യുന്നത്, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലുള്ള റിസ്ക് കുറച്ചു കൊണ്ടുവരാനും സാധിക്കുന്നതാണ്. The risk arise because of the uncertainty of what will happen in future. റിസ്ക് പ്രധാനമായിട്ടും ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന അൺസർട്ടനിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാവുന്നത്. പ്രധാനപ്പെട്ട റിസ്ക് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ കസ്റ്റമർ ഡിസ്ട്രിബ്യൂട്ടേഴ്സും എങ്ങനെ ബിഹേവ് ചെയ്യും, കോമ്പറ്റീഷൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന റിസ്ക്. അപ്പൊ അതിനെ ഒഴിവാക്കാൻ, അങ്ങനെ ഉണ്ടാകുന്ന അൺസർട്ടനിറ്റി ഒഴിവാക്കാൻ മാർക്കറ്റിംഗ് റിസർച്ചിലൂടെ സാധിക്കുന്നതാണ്. മാർക്കറ്റിംഗ് റിസർച്ചിലൂടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുകയും അത് വെച്ചുകൊണ്ട് മാനേജറിന് നല്ല തീരുമാനങ്ങൾ, സൗണ്ട് ഡിസിഷൻസ് എടുക്കാനും സാധിക്കുന്നതാണ്. മാർക്കറ്റിംഗ് റിസർച്ചിലൂടെ എടുക്കുന്ന തീരുമാനങ്ങൾ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആകണമെന്നില്ല, എക്സാക്ട് ആകണമെന്നില്ല. പലപ്പോഴും ഫ്യൂച്ചറിലെ സിറ്റുവേഷൻ എന്ന് പറയുന്ന അൺസർട്ടൻ ആണ്. അപ്പൊ നമ്മൾ എത്രത്തോളം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്താലും ആ ഡിസിഷൻസ് ആക്യുറേറ്റ് ആകണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. മാർക്കറ്റിംഗ് റിസർച്ചിൽ സയന്റിഫിക് മെത്തേഡ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മാർക്കറ്റിംഗ് റിസർച്ചിന്റെ ഫൈൻഡിങ്സും പ്രൊജക്ഷൻസും ഫ്യൂച്ചറിലേക്ക് പല തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴികാട്ടിയായിട്ട് മാറുന്നുണ്ട്. The third purpose of marketing research is to help firms discover market opportunities which can be profitably exploited. മാർക്കറ്റിംഗ് റിസർച്ചിന്റെ മൂന്നാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഉണ്ടാകുന്ന അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തി അതിനെ പ്രോഫിറ്റബിൾ ആയിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് നിലവിലുള്ള ഫേംസിന് കാറ്റർ ചെയ്യാൻ പറ്റാത്ത നീഡ്സ് ആൻഡ് വാണ്ട്സ് ആയിരിക്കും. മാർക്കറ്റിംഗ് റിസർച്ചിലൂടെ ഇങ്ങനെയുള്ള നീഡ്സും വാണ്ട്സും, നിലവിലുള്ള ഫേംസിന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത നീഡ്സും വാണ്ട്സും കണ്ടെത്തി അതിന് കൺവീനിയന്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് മെഷേഴ്സിലൂടെ പുതിയ പ്രോഡക്റ്റുകളൊക്കെ ലോഞ്ച് ചെയ്തുകൊണ്ട് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് റിസർച്ചിലൂടെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താനും അതിനെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താനും സാധിക്കുന്നതാണ്. മാർക്കറ്റിംഗ് റിസർച്ചിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒന്ന്, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യുക, ഈസിയാക്കുക, നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പല പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് പല ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും നല്ല പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് റിസർച്ചിന്റെ ഫസ്റ്റ് പർപ്പസ്. സെക്കൻഡ് പർപ്പസ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗുമായി ഉണ്ടാകുന്ന ഫ്യൂച്ചർ അൺസർട്ടനിറ്റീസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഫ്യൂച്ചറിനെ കുറിച്ച് മാർക്കറ്റിംഗ് റിസർച്ചിലൂടെ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയാനും അതിനനുസരിച്ച് ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. മൂന്നാമത് മാർക്കറ്റിംഗ് റിസർച്ചിന്റെ മൂന്നാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താനും അതിനെ ഫേവറബിൾ ആയിട്ട്, പ്രോഫിറ്റബിൾ ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്.